മന്ത്രി അവിടെ വന്നിട്ട് ഗുരുതരമായ നിർമ്മാണ പിഴവൊന്നുമില്ല എന്ന് കാണിക്കാനാണ് ആ പെൻസിൽ മാർക്ക് മായ്ച്ചു കളഞ്ഞത്. ആ മന്ത്രിയെ കൂലിപ്പണി രാജൻ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് കോൺഗ്രസിന് മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. രാജൻ എന്നല്ലെന്നേ ഒരു വ്യക്തിയെയും എന്തെങ്കിലും തരത്തിൽ പൊതുമധ്യത്തിൽ അപഹസിക്കാനോ അപമാനിക്കാനോ ഈ പാർട്ടി ഇത് നിന്നിട്ടില്ല. പിന്നെ ഇത് നിഷാദ് എന്നോട് ചോദിക്കുമ്പോൾ ഈ രാജൻ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി ആളുകൾ പരിഹസിക്കുകയും സൈബർ എടുത്ത് അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് മുഖ്യമന്ത്രി മുതൽ താഴെയുള്ള ആളുകൾ വരെയുള്ള ആളുകളുണ്ട്. അത് പ്രേമചന്ദ്രനെ ആണെങ്കിലും വടകര MLA രമയാണെങ്കിലും മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ CPM-കാർ 51 വെട്ടുപൊട്ടിക്കൊന്ന TP ചന്ദ്രശേഖരനെ ആണെങ്കിലും എല്ലാ ആളുകളെയും ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ CPM ഉപയോഗിക്കുന്നത് എന്ന് നിഷാദിനും അറിയാം. പക്ഷേ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ രാജൻ മന്ത്രി അവിടെ വന്നതും അവിടെ നടത്തിയ പരിശോധനയും CPM-യുടെ പ്രതിനിധി പറയുന്നത് കേട്ടാത്തൊന്നും 178 വീടുകളും താമസയോഗ്യമായിട്ടാണ് മാർച്ച് 1-ാം തീയതി കൈമാറിയത് എന്നുള്ളതാണ്. മാർച്ച് 1-ാം തീയതി കൈമാറുമ്പോൾ ഒരു വീട്ടിൽ പോലും താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളില്ല. ഈ ചർച്ച നടക്കുന്ന ഈ സമയത്തും ഒരാൾക്കും ആ വീട്ടിൽ കയറി കിടക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇനി ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ.